ഈ 28-ന് 29-ലൂടെ പോകുമ്പോ ഒരു വയസ്സിന്റെ ഗ്യാപ്പേ ഉള്ളൂ. പക്ഷെ ഈ 29-ന് 30-ലൂടെ പോകുമ്പോ ഒരു ജനറേഷന്റെ ഗ്യാപ്പായിട്ടാണ് ഈ നാട്ടുകാർ കാണുന്നത്. നാട്ടുകാർ മാത്രമല്ല, പല ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാ. ശരിക്കും അങ്ങനെയാണോ? ഈ 30 ആവുമ്പോ ചില ആൾക്കാർ പറയുന്നത് മിഡിൽ ഏജ് എന്നാണ്. ശരിക്കും മിഡിൽ ഏജ് 30 ജെമിനി, ഈ മനുഷ്യന് എത്ര കാലം വരെ ജീവിക്കാൻ പറ്റും? ശാസ്ത്രീയമായി നോക്കിയാൽ മനുഷ്യന് 120 വയസ്സ് വരെയും ജീവിക്കാൻ സാധ്യതയുണ്ട്. മതി. ശാസ്ത്രീയമായി നോക്കിയാൽ മനുഷ്യന് 120 വയസ്സ് വരെ ജീവിക്കാൻ പറ്റുമെന്ന ജെമിനി പറയുന്നത്. അപ്പൊ 120-ന്റെ പകുതി എത്ര? 60. അപ്പൊ 60 മിഡിൽ ഏജ്. ഈ 30 പറഞ്ഞാല് ഭയങ്കര ചെറുപ്പമല്ലേ? ഈ പൊളിറ്റിക്സിൽ ഈ 30-ാമത്തെ ഏജിൽ ഏതെങ്കിലും വലിയ പദവിയിൽ എത്തിക്കുക എന്ന് പറയും. ഇത്ര ചെറുപ്പത്തിൽ ഈ പദവിയിൽ എത്തിയല്ലോ എന്ന് പറയും. ഇതുപോലെ സിനിമ ഫീൽഡില് 30-ാമത്തെ വയസ്സിൽ എന്തെങ്കിലും അവാർഡോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര ചെറുപ്പത്തിൽ ഈ അവാർഡ് കിട്ടിയതെന്ന് പറയും. പിന്നെന്താ, കരിയറിലും കല്യാണത്തിലും 30-ന് വലിയൊരു ഏജ് ആയിട്ട് കാണുന്നത്. 29 കഴിഞ്ഞ അടുത്ത ഏജാണ് 30. അല്ലാതെ 50 കഴിഞ്ഞിട്ടുള്ള ഏജ് അല്ല. 30 ഈസ് വെരി. അതങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ 30-നോട് അടുക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ 30 കഴിഞ്ഞ് നിങ്ങളെ ഫ്രണ്ട്സ് ഇത് അയച്ചു കൊടുത്തിട്ട് പറയും, ഇനിയും സമയമുണ്ട്, 30 വയസ്സല്ല, ചെറുപ്പമാണ്, ഇനിയും സമയമുണ്ട്, സെറ്റാക്കാം.